ഹായ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോണ്ടിൻ്റെ സ്റ്റൈൽ പഠിച്ചു, ദെൻ ചേഞ്ച് കേസ് പഠിച്ചു. ഓക്കെ, ഇനി ബാക്കിയുള്ള ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രൈക്ക് ത്രൂ. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ തന്നെ നോക്കുക. ക്രോസ് സംതിങ് ഔട്ട് ബൈ ഡ്രോയിങ് എ ലൈൻ ത്രൂ ഇറ്റ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ പോവുക, അതായത് അതാണ് ദാറ്റ് ഈസ് കോൾഡ് സ്ട്രൈക്ക് ത്രൂ. ഓക്കെ, ഞാൻ ഈ സെക്കൻഡ് പാരഗ്രാഫ് സെലക്ട് ചെയ്തു, ഞാൻ അവിടേക്ക് സ്ട്രൈക്ക് ത്രൂ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു ഡോക്യുമെൻ്റ് ഒരു വെരിഫിക്കേഷനായിട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നമുക്കതിലെ ചില വേർഡുകൾ അല്ലെങ്കിൽ ചില പാരഗ്രാഫുകൾ കട്ട് ചെയ്ത് കളയണം. ബട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തന്ന ആൾക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ട്രൈക്ക് ത്രൂ ഉപയോഗിച്ച് നമ്മൾ പറയുകയാണ്, ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും. സ്ട്രൈക്ക് ത്രൂ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഡോക്യുമെൻറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രൈക്ക് ത്രൂ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഉള്ള രണ്ട് കമാൻഡാണ് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്. ഓക്കെ, അതായത് എക്സിൻ്റെ താഴെ 2 എഴുതിയിരിക്കുന്നു, രണ്ടാമത്തേത് എക്സിൻ്റെ മുകളിൽ 2 എഴുതിയിരിക്കുന്നു. ഇത് മെയിനായിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലാസ് എഴുതുമ്പോഴൊക്കെയാണ് നമുക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് 10th ഏപ്രിൽ അല്ലെങ്കിൽ 26th ഏപ്രിൽ 2021 എന്ന് എനിക്ക് ടൈപ്പ് ചെയ്യണം. ഓക്കെ, 26 പിന്നെ മുകളിലാണ് നമുക്ക് എഴുതേണ്ടത് TH. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഞാൻ സൂപ്പർ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു, TH എഴുതി. ദെൻ അത് ക്യാൻസൽ ചെയ്യണം, അത് മറക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുള്ളൂ. അതേ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസലായി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണിക്കാം. എനിക്കിപ്പോൾ ഒരു കെമിക്കൽ ഫോർമുല എഴുതണം, H2O വാട്ടറിൻ്റെ ഇത് കെമിക്കൽ ഫോർമുല എഴുതണം. സോ H, ദെൻ സബ്സ്ക്രിപ്റ്റ് ആണ് വേണ്ടത്, സബ്സ്ക്രിപ്റ്റ് 2, ദെൻ ക്യാൻസൽ ചെയ്തു O. ഓക്കെ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും എഴുതുക. ഇപ്പോൾ ലോഗ് ബേസ് 2, അപ്പം അങ്ങനെയുള്ള കേസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലോഗ് സബ്സ്ക്രിപ്റ്റ് 2, ദെൻ അത് ക്യാൻസൽ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ചൂസ് ചെയ്യുക. ദെൻ അടുത്താണ് നമുക്ക് ടെക്സ്റ്റ് എഫക്ട്സ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഹെഡിങ് ചൂസ് ചെയ്തു, ഞാൻ എൻ്റെ കേസ് ഒന്ന് മാറ്റി ഞാൻ അപ്പർ കേസിലേക്ക് മാറ്റുകയാണ്. ഇതിനൊരു എഫക്റ്റ് കൊടുക്കണം. നമുക്ക് പല സ്റ്റൈലുകൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ആ സ്റ്റൈലുകളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ പല പല ഷാഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ടെക്സ്റ്റ് എഫക്റ്റ്. ദെൻ അടുത്താണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. ഓക്കെ, ഞാനിവിടെ സ്ട്രൈക്ക് ത്രൂ ഇട്ടു, അയാൾ അതൊന്നുകൂടെ ഒന്ന് നോട്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പാരഗ്രാഫിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ പോയിട്ട് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടെക്സ്റ്റ് ഹൈലൈറ്റർ. എപ്പോഴും ഓർക്കുക, സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതെനിക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ഹൈലൈറ്ററിൽ പോവുക, നോ കളർ കൊടുത്താൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്, അത് ആഡ് ചെയ്യും, പിന്നെ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ വരും. അങ്ങനെ വരരുത്. നമുക്ക് അവിടെ പോയി നമുക്ക് കളറും ആഡ് ചെയ്യാം, നോ കളർ ഉപയോഗിച്ച് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ഫോണ്ട് കളർ. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വേർഡിനോ ഒരു പാരഗ്രാഫിനോ ഇഷ്ടമുള്ള ഫോണ്ടിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ് ഫോണ്ട് കളർ ഉപയോഗിച്ച്. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഏത് കളറാണോ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നാൽ മതി, നോർമൽ കളറിലേക്ക് വരുത്തിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ടെക്സ്റ്റ് എഫക്റ്റ്, ടെക്സ്റ്റ് ഹൈലൈറ്റർ, ദെൻ ഫോണ്ട് കളർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പഠിച്ചത്. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്ലിയർ ഓൾ ഫോർമാറ്റിങ്. ഓക്കെ, അതായത് ഞാനിവിടെ ബോൾഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്, സ്ട്രൈക്ക് ത്രൂ ആഡ് ചെയ്തിട്ടുണ്ട്, ഫോണ്ട് കളർ ബ്ലൂ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്നുള്ള എല്ലാ ഫോർമാറ്റും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ഓർക്കുക, ഈ ഹൈലൈറ്റർ മാത്രം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തു, ഞാനിവിടെ ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തു. നോക്കി, എല്ലാം മാറി. ഇപ്പോൾ ഡീഫാൾട്ടായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് അത് മാറിപ്പോയി. ഓക്കെ, ടെക്സ്റ്റ് ഹൈലൈറ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫോർമാറ്റിനെയും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്.
ഓക്കെ, എന്തൊക്കെ ഫോർമാറ്റ് ഉണ്ടോ അതെല്ലാം അവിടുന്ന് ഇറേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഡോക്യുമെൻ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതിനകത്ത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.